ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ചില സമയത്ത് ലാപ്ടോപ്സിൻ്റെ മൗസ് പാഡ് തീരെ വർക്ക് ചെയ്യാതിരിക്കാറുണ്ട്. ചില സമയത്ത് മാത്രം. അതേപോലെ ലാപ്ടോപ്പ് ഭയങ്കര രീതിയിൽ സ്ലോ ആയിട്ടും വരാറുണ്ട്. എൻ്റെ ഈ ലാപ്ടോപ്പ് ആ ഒരു രണ്ട് ഇഷ്യൂസും ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ലാപ്ടോപ്പിനും ഈ ഒരു സെയിം ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവരായിരിക്കാം. അങ്ങനെ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സാക്റ്റ് റീസൺ എന്താണെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മേ ബി ഈ ഒരു റീസൺ കൊണ്ടായിരിക്കാം നിങ്ങളുടെ ലാപ്ടോപ്പും ഇതേപോലെ സ്ലോ ആവുന്നത്. അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് കീബോർഡ് ടെസ്റ്റ് എന്നുള്ളത് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പം ഫസ്റ്റ് ഒരു വെബ്സൈറ്റ് വരും. ആ വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ആ വെബ്സൈറ്റിൻ്റെ URL ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് അവിടെ നിന്നും ഈ ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റിൽ എൻ്റർ ആയി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു കീബോർഡാണ് നമുക്ക് ഡിസ്പ്ലേ ആയി വരുന്നത്. ഇവിടെ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ എല്ലാ കീബോർഡും നമ്മൾ കീസും ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഏതൊക്കെ കീസാണ് വർക്ക് ചെയ്തതെന്ന്. ഏതെങ്കിലും കീ ലോങ് പ്രസ് ആയിട്ട് കിടക്കുന്നുണ്ടോ എന്നുള്ളത്. കീസ് ലോങ് പ്രസ് ആയി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാപ്ടോപ്പിന് ഈ ഒരു ഇഷ്യൂസ് എല്ലാം ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം ഇവിടെ എൻ്റെ കേസിൽ എച്ച് എന്ന് പറയുന്ന കീസ് വർക്കാവുന്നില്ല. അതേപോലെ ഞാൻ വേറെ ഏതെങ്കിലും കീസ് അതേപോലെ എല്ലാ കീസും ഒന്ന് എൻ്റർ ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ നമ്പർ ലോക്ക് പ്രസ് ചെയ്തപ്പോൾ എച്ച് എന്ന കീ ലോങ് പ്രസ് ആയി കിടക്കുന്നുണ്ട്, ഗ്രീൻ ആയി കിടക്കുന്നുണ്ട്. ഗ്രീൻ മീൻസ് ആ ഒരു കീ പ്രസ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ആ ഒരു പ്രസ് ആയിക്കൊണ്ടിരിക്കുന്നതിനാലാണ് എൻ്റെ ലാപ്ടോപ്പ് ഇത്രയും സ്ലോയും അതേപോലെ മൗസ് പാഡും ഒന്നും ഇടയ്ക്ക് വർക്കാവാതിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഇഷ്യൂ നിങ്ങൾ ലാപ്ടോപ്പിന് ഉണ്ടെന്നുണ്ടെങ്കിൽ പെർമനൻ്റ് ആയിട്ട് ആ ഇഷ്യൂ റിസോൾവ് ചെയ്യുക എന്നത് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ കീബോർഡ് റീപ്ലേസ് ചെയ്താൽ മാത്രമേ നമുക്കത് ഇഷ്യൂ റിസോൾവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ.